ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ പേര് മാറ്റാൻ ആഗ്രഹമുണ്ടോ? പക്ഷെ ഇവിടെ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അത് അവരവരുടെ യൂട്യൂബ് ചാനലിന്റെ പേര് മാറ്റും, പക്ഷെ അതിനുശേഷം അത് യൂട്യൂബ് സെർച്ചിൽ തന്നെ കാണിക്കാറില്ല. അതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ എങ്ങനെ യൂട്യൂബ് ചാനലിന്റെ പേര് ശരിയായ രീതിയിൽ എങ്ങനെ മാറ്റാമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ അങ്ങനെ നിങ്ങൾ ആ രീതിയിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ പേര് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വയ്ക്കുന്ന പുതിയൊരു ചാനലിന്റെ പേരും യൂട്യൂബ് സെർച്ചിൽ ശരിയായി കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ചാനലിന്റെ പേര് ശരിയായ രീതിയിൽ എങ്ങനെ മാറ്റാം എന്നറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണുക. അപ്പം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ചാനൽ പുതിയതായിട്ട് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾ ലൈക്കും ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. യൂട്യൂബ് ചാനലിന്റെ പേര് മാറ്റാൻ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ പറ്റും. ഒന്നുകിൽ നിങ്ങൾക്ക് യൂട്യൂബ് സ്റ്റുഡിയോ ആപ്പ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് ആപ്പ് വഴിയും ചെയ്യാൻ പറ്റും. ഇത് യൂട്യൂബ് ആപ്പ് വഴിയാണ് മിക്ക ആൾക്കാരും അവരുടെ ചാനലിന്റെ പേര് മാറ്റുന്നത്. പക്ഷെ ഇവിടെ ചെറിയ പ്രശ്നമുണ്ട്. ഈ രീതിയിൽ പേര് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ പുതിയ ചാനലിന്റെ പേര് യൂട്യൂബ് സെർച്ചിൽ ഉടനെ കാണിക്കണമെന്നില്ല. സാധാരണ ആൾക്കാർ എങ്ങനെയാണ് യൂട്യൂബ് ചാനലിന്റെ പേര് മാറ്റുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സാധാരണ ആൾക്കാർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നേരെ യൂട്യൂബിന്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യും. താഴെ പ്രൊഫൈൽ ഐക്കൺ കാണാം. ആ പ്രൊഫൈൽ ഐക്കൺ ആണ് സാധാരണ ക്ലിക്ക് ചെയ്യുന്നത്. പ്രൊഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ വ്യൂ ചാനൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ ആ വ്യൂ ചാനൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യും. അതിനുശേഷം വ്യൂ ചാനൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് ചാനൽ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ആ എഡിറ്റ് ചാനൽ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യും. അപ്പം നിങ്ങൾക്ക് മേളിൽ കാണാൻ പറ്റും നെയിം. ഇവിടെ ഒരു നെയിമിന്റെ നേരെ ഒരു പെൻസിൽ ഐക്കൺ ഉണ്ട്. അപ്പൊ അതേ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ചാനലിന്റെ പേര് മാറ്റാവുന്നതാണ്. അപ്പൊ സാധാരണ എല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണിത്. അതായത് യൂട്യൂബിന്റെ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് കയറി നിങ്ങളുടെ ചാനലിന്റെ പേര് മാറ്റും. പക്ഷെ അതുകൊണ്ട് നിങ്ങളുടെ പുതിയ പേര് സെർച്ചിൽ പെട്ടെന്ന് വരണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് ശരിയായ രീതിയിൽ എങ്ങനെയാണ് യൂട്യൂബ് ചാനലിന്റെ പേര് മാറ്റേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈലിൽ നിങ്ങളുടെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അപ്പം ഞാൻ ആദ്യം ഇവിടെ എന്റെ ക്രോം ബ്രൗസർ മൊബൈലിൽ ഓപ്പൺ ചെയ്തു. അതിനുശേഷം നിങ്ങളുടെ സെർച്ച് ബാർ കാണാം. സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിനുശേഷം നിങ്ങൾ studio.youtube.com എന്ന് ടൈപ്പ് ചെയ്യുക. studio.youtube.com എന്ന് ടൈപ്പ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ studio.youtube.com എന്ന് ടൈപ്പ് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ആദ്യം കാണുന്ന സൈറ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഞാനിവിടെ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ ആദ്യം കണ്ടതിൽ ക്ലിക്ക് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനൊരു വിൻഡോ ആണ് വരുന്നത്. അപ്പൊ ഈ വിൻഡോയിൽ നിങ്ങൾക്ക് ഏറ്റവും താഴെ കാണാൻ പറ്റുന്നതാണ് കണ്ടിന്യൂ ടു സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ കണ്ടിന്യൂ ടു സ്റ്റുഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഞാൻ കണ്ടിന്യൂ ടു സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് ക്രോം ബ്രൗസറിൽ നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ആയിരിക്കുകയാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുവശത്ത് നിങ്ങൾക്ക് ഈ താഴേന്ന് രണ്ടാമത് ഉള്ള ആ ഒരു ഐക്കൺ, അതായത് ഏറ്റവും താഴേന്ന് രണ്ടാമതുള്ള ഐക്കൺ, അതായത് കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞ ഐക്കൺ, ആ ഐക്കൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഞാൻ താഴേന്ന് രണ്ടാമതുള്ള ആ ഐക്കൺ ക്ലിക്ക് ചെയ്തു. അപ്പം ചാനൽ കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞൊരു വിൻഡോ നിങ്ങൾക്ക് കാണാം. അപ്പം നിങ്ങൾ അതിന്റെ താഴേക്ക് വരുമ്പോൾ ഇവിടെ നെയിം എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ കാണാം. അപ്പൊ നെയിം എന്ന് പറഞ്ഞത് നിങ്ങളുടെ ചാനലിന്റെ പേര് അവിടെ കാണാം. അപ്പൊ നിങ്ങൾക്ക് ചാനലിന്റെ പേര് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ആ പുതിയൊരു ചാനലിന്റെ പേര് കൊടുക്കുക. ഞാനിപ്പം AI സ്റ്റോറി മൈൻഡ് എന്നുള്ളത് മാറ്റിയിട്ട് AI സ്റ്റോറി മൈൻഡ് 1 2 3 എന്ന് കൊടുത്തു. ഇനി പ്രധാന ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചാനലിന്റെ പേര് മാറ്റുമ്പോൾ ചാനലിന്റെ പേര് മാത്രം മാറ്റാതെ അതിന്റെ കൂടെയുള്ള ഹാൻഡിലും കൂടെ നിങ്ങൾ ചേഞ്ച് ചെയ്യുക. കാരണം ചാനലിന്റെ പേര് നിങ്ങൾ മാറ്റി പുതിയൊരു പേര് കൊടുത്തു, പക്ഷെ ചാനലിന്റെ ഹാൻഡില് നിങ്ങൾ പഴയത് തന്നെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പിന്നീട് സെർച്ചിൽ നിങ്ങളുടെ ആ പുതിയൊരു ചാനലിനെയും സെർച്ചിൽ വരാൻ ചില പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് നിങ്ങളുടെ ചാനലിന്റെ പേര് നിങ്ങൾ മാറ്റുമ്പോൾ ആ ചാനലിന്റെ ഹാൻഡിലിന്റെ പേര് കൂടെ നിങ്ങൾ മാറ്റുക. ഞാനിവിടെ ചാനലിന്റെ ഹാൻഡിലിന്റെ കൂടെ 1 2 3 എന്നും കൂടെ ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ചാനലിന്റെ ഹാൻഡിലും നമ്മൾ ചേഞ്ച് ചെയ്തു. അപ്പം ചാനലിന്റെ പേര് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് ചാനലിന്റെ ഹാൻഡിലും ചേഞ്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ അത് പബ്ലിഷ് ചെയ്യുക. അപ്പം മുകളിൽ പബ്ലിഷ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം. മുകളിൽ വലതുവശത്തായിട്ട് പബ്ലിഷ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം. അപ്പൊ നിങ്ങൾ ആ പബ്ലിഷ് എന്ന് പറയുന്ന ബട്ടണെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ചാനലിന്റെ പേര് ഇവിടെ ചേഞ്ച് ആയിട്ടുണ്ട്. പക്ഷെ ഇതുകൊണ്ട് മാത്രം നിങ്ങളുടെ പുതിയ ചാനലിന്റെ പേര് സെർച്ചിൽ വരണമെന്നില്ല. അതിന് കുറച്ച് സെറ്റിംഗ്സും കൂടെ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം യൂട്യൂബ് സ്റ്റുഡിയോയിൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും താഴെ സെറ്റിംഗ്സിന്റെ ഒരു ബട്ടൺ കാണാൻ പറ്റുന്നതാണ്.
ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഒരു സെറ്റിംഗ്സിന്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പം സെറ്റിംഗ്സിന്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തു. അപ്പൊ അവിടെ നിങ്ങൾക്ക് ചാനൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അപ്പൊ ചാനൽ എന്ന് പറഞ്ഞ ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഞാൻ ചാനൽ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ബേസിക് ഇൻഫോ എന്ന് പറഞ്ഞ ഒരു ടാബ് കാണാം. അപ്പൊ ഈ ബേസിക് ഇൻഫോ എന്ന് പറഞ്ഞ ടാബിൽ നമ്മൾ കുറച്ച് കീവേഡ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾ നേരത്തെ അവിടെ ചേർത്തിട്ടുള്ള കീവേഡ്സ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പഴയ ചാനലുമായിട്ട് ബന്ധപ്പെട്ട കീവേഡ്സ് അവിടെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ കീവേഡ്സ് ഡിലീറ്റ് ചെയ്യാം. 1-2 കീവേഡ്സ് പഴയ ചാനലിന്റെ പേരിലുണ്ടെങ്കിൽ അത് അവിടെ വെക്കാം. അതിൽ കൂടുതലുണ്ടെങ്കിൽ അത് എല്ലാം ഡിലീറ്റ് ചെയ്യാം. 2-3 പഴയ ചാനലിന്റെ കീവേഡ് മാത്രം നിങ്ങൾ അവിടെ വയ്ക്കുക. അതിനുശേഷം നിങ്ങൾ പുതിയ ചാനലുമായിട്ട് ബന്ധപ്പെട്ട കീവേഡ്സ് ഇവിടെ ആഡ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ പുതിയ ചാനലിന്റെ കീവേഡ്സ് ഇവിടെ പുതിയ ചാനലുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കീവേഡ്സ് നിങ്ങൾ ഇവിടെ ആഡ് ചെയ്യണം. അതിനുശേഷം നിങ്ങൾ ഇവിടെ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇതുപോലെയാണ് യൂട്യൂബ് ചാനലിന്റെ പേര് ശരിയായ രീതിയിൽ മാറ്റേണ്ടത്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതായത് നിങ്ങൾ ചാനലിൽ പുതിയതായിട്ടാണെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇതുപോലുള്ള ഒരു പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.